ഈ കാക്കനാട് DLF ഫ്ളാറ്റിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഇന്നലെ 21 ഫ്ളാറ്റുകളിൽ നിന്നായി പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ 496 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഡാനി ഇപ്പോൾ ഒരിക്കൽ കൂടി ചേരുക. ഡാനി, അങ്ങനെ ആ ഫ്ളാറ്റ് സമുച്ചയത്തിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്നു എന്നാണോ പറയേണ്ടത്? ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം അതിലൊരു ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഇത് പരിഹരിക്കപ്പെടുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ജലത്തിൽ അതിൽ അപകടകരമായ രീതിയിൽ തന്നെ കോൾഫോം ബാക്ടീരിയ അടക്കമുള്ളതിൻ്റെ സാന്നിധ്യം അടക്കം കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ പുറത്തേക്ക് പറയുന്നതിനോ അല്ലെങ്കിൽ അതിൽ ആരോഗ്യവകുപ്പിൻ്റെ അടക്കം നടപടികളിലേക്ക് ഉണ്ടാകുന്നതിനടക്കം കൃത്യമായൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അത് ഏറെ വൈകിയില്ല. വലിയ രീതിയിലുള്ളൊരു ഇടപെടലെല്ലാം തന്നെ ഇക്കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനകളെല്ലാം തന്നെ പിന്നീട് കൃത്യമായി നടന്നു. ക്ലോറിനൈസേഷൻ അത്തരം കാര്യങ്ങളുടെ അളവടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് സ്ഥിതിഗതികൾ നിയന്ത്രണമാണ് എന്ന രീതിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പുതുതായി ഒരാൾക്ക് മാത്രമാണ് രോഗബാധയുള്ളത് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ മാത്രമാണ് ചികിത്സ തേടിയത് എന്ന് പറയുന്നുണ്ട്. മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെയും കർശനമായൊരു ഇടപെടലിലൂടെ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു സൂചനകളുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കൂട്ടത്തോടെ അനുഭവപ്പെടുകയാണെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി അത് പുറത്തു പറയാൻ ശ്രമിക്കുക. പുറത്ത് പറയാതെ ഇത് ഒളിച്ചു വയ്ക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പറയുന്നത്. അവരുടെ സർവേകളോട് അവരുടെ അന്വേഷണങ്ങളോട് സഹകരിക്കുക എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. അല്ലായെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈ രീതിയിലുള്ള രോഗബാധ പടരുന്നത് കണ്ടെത്തുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലടക്കം വളരെ അനിവാര്യമാണ് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ഓക്കെ, എന്തായാലും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, അവിടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതിലാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്തായാലും അവിടെ ഇനിയും കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ, അതിന്റെ മുൻകരുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.